നമുക്കേ ഈ കടയിലൊന്ന് സംസാരിച്ച് നോക്കാം. നമ്മൾ അന്വേഷിക്കാണെന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ വിവരം എടുക്കുന്നതായിരിക്കും നല്ലത്. പോലീസുകാരോ മാധ്യമപ്രവർത്തകരോ ആണെന്ന് തോന്നി അവർ സത്യം പറയാൻ മടിക്കും. ശരിയാണ്, നമുക്കല്ലാതെ തന്നെ നോക്കാം. വീടും വെക്കും, കാറും വാങ്ങിക്കും. റിട്ടയർഡ് ആകുമ്പോൾ കേരളം മുഴുവൻ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ശരി ശരി, അപ്പൊ കാണാം. ശരി. ഹലോ കുട്ടേട്ടാ, ഞാനിപ്പോ ലോക്കൽ സ്റ്റേഷന്റെ മുന്നിലുണ്ട്. ഞാനേ കാര്യങ്ങളൊക്കെ തിരക്കി. നമ്മൾ സംശയിച്ചത് ശരിയാ, ആ CI കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം ആ ചെറുക്കൻ്റെ വീടിന് അനുകൂലമായിട്ട് നടക്കാൻ ചാൻസ് ഉള്ളൂ. ശരി കുട്ടേട്ടാ, താങ്ക് യു. നമുക്കിനി അതിനനുസരിച്ച് നീങ്ങിയാൽ മതിയല്ലോ. അതെ മോളെ, അവനെ അവൻ്റെ വീട്ടുകാരെ വെറുതെ വിടരുത്. ഒരു പാവം പെണ്ണിന്റെ ജീവൻ നശിപ്പിച്ചിട്ട് അവനൊന്നും രക്ഷപ്പെടാൻ പാടില്ല. ഇല്ല കുട്ടേട്ടാ, ആരും അങ്ങനെ രക്ഷപ്പെടാൻ നമ്മൾ സമ്മതിക്കില്ല. അത് മതി മോളെ. ഓക്കെ കുട്ടേട്ടാ. ശരി, ഓക്കെ മോളെ. അച്ഛനും അമ്മയും അകത്തുണ്ട്. അച്ഛാ വേണ്ട. അച്ഛാ ശരി. മോളെ, എന്റെ മോള് പോയി. അവള് നമ്മളെല്ലാം വിട്ടുപോയി. അമ്മേ, ഇങ്ങനെ കരയാതെ കരയാതെ. ഞാൻ കാരണം എന്റെ മോൾക്ക് ഇങ്ങനെ വന്നത്. അവളെ ഒരിക്കലും ആ നരകത്തിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. അമ്മ വിഷമിക്കാതെ. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വിനീത പോയപ്പോ മുതല് രണ്ടുപേരും ഇതും പറഞ്ഞ് കരച്ചിൽ തന്നെയാ. ഒരു വക കഴിക്കുന്ന പോലുമില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആയാലോ? വിനോദിന്റെ വിഷമം കൂടി ഓർക്കണ്ടേ? ശ്രമിക്കാഞ്ഞിട്ടല്ല, പറ്റുന്നില്ല. ഞങ്ങളുടെ മോള് ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ നിൽക്കുക. എന്തിനാ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചെന്നാ അവള് ചോദിക്കുന്നത്. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് കരുതിയ ഞങ്ങളെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടും ഇത്രയും സ്വർണവും പണവും കൊടുത്ത് കല്യാണം നടത്തിയത്. എന്നിട്ടും അയ്യോ, ഇങ്ങനെ കരഞ്ഞ് വിഷമിക്കല്ല വേണ്ടത്. അതാവില്ല വിനീതയും ആഗ്രഹിക്കുന്നത്. അവളുടെ മരണത്തിന് പിന്നിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. അതാ നമ്മൾ വിനീതയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളത്. അതെ, അവരാരും രക്ഷപ്പെടരുത്. എന്റെ മോൾ അനുഭവിച്ച വേദന അവർക്കും കിട്ടണം. അവരെ ശിക്ഷിക്കണം. അതെ, പണത്തിന് വേണ്ടി ഞങ്ങളെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തു. അവരെല്ലാം ജയിലിൽ കിടന്ന് നരയിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. അതിനുവേണ്ടി ഞങ്ങൾ എന്തിനും തയ്യാറാ. അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം നടക്കും. അത് നടത്തിയെടുക്കാൻ ഞങ്ങളും ഒപ്പം ഉണ്ടാവും.
ഇറങ്ങട്ടെ അച്ഛാ. വിനോദേ വിഷമിക്കാതിരിക്കേ. പോയിട്ട് വരാം. എന്റെ കുഞ്ഞ്. ശരി വിനോദ്, അയ്യോ എന്റെ മോളെ. നമ്മൾ നേരെ പ്രദീപിന്റെ വീട്ടിലേക്കല്ലേ? വീട്ടിലേക്ക് പോകണ്ട. നമുക്ക് വീടിന്റെ പരിസരത്തുള്ളവരെയൊക്കെ കണ്ടൊന്ന് സംസാരിക്കണം. അയൽപ്പക്കങ്ങളിൽ പോണം. ഉം. കിട്ടാവുന്ന അത്രയും വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രം അവരുടെ വീട്ടിൽ കയറിയാൽ മതി. ഓക്കെ. അപ്പോ നമുക്ക് പ്രദീപിന്റെ വീടിന്റെ ഏരിയയിലേക്ക് പോവാം. ഉം. വാ കേറ്. ഉം. കിരൺ, ദേ ഇവിടെ നിർത്തി. നിർത്ത്. നമുക്കേ ഈ കടയിലൊന്ന് സംസാരിച്ച് നോക്കാം. നമ്മൾ അന്വേഷിക്കുകയാണെന്ന് അവർക്ക് തോന്നാത്ത രീതിയിൽ വിവരങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. പോലീസുകാരോ മാധ്യമപ്രവർത്തകരോ ആണെന്ന് തോന്നി അവർ സത്യം പറയാൻ മടിക്കും. ശരിയാണ്, നമുക്കല്ലാതെ തന്നെ നോക്കാം. ഇവിടെ അടുത്തല്ലേ ഒരു പെൺകുട്ടി ആസിഡ് കഴിച്ച് മരിച്ചത്? അതെ. ഇവിടെ അടുത്ത്. എന്തൊരു കഷ്ടാ, ആലോചിക്കാൻ പോലും വയ്യ. നിങ്ങൾ അങ്ങോട്ടാണോ? ഏയ് അല്ല, വാർത്തയിൽ കണ്ടതാ. സ്ഥലപ്പേര് കണ്ടപ്പോ ഇവിടെയാണല്ലോ എന്ന് ഓർത്തു. എവിടെയാ വീട്? ഇവിടുന്ന് ഒരു 300 മീറ്റർ അങ്ങോട്ട് പോയാൽ മതി. അറിയാവുന്ന വീട്ടുകാരാണോ? അറിയാം, അവരൊന്നും ഇങ്ങോട്ടേക്ക് വരാറില്ലെന്നേ. പിന്നെ അവിടുത്തെ ജോലിക്കാരി ഇടയ്ക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരും. ലീല എന്ന അവരുടെ പേര്. ആ വീട്ടുകാരെ ഒരു മനുഷ്യ പറ്റില്ലാത്ത കൂട്ടരാ. എന്നാ ശരി.